ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങി. ഇറാനിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ നഗരങ്ങളിൽ പുതിയ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഈ ഭാഗത്താണ് പ്രധാന പ്രതിരോധ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രീസിലും പടിഞ്ഞാറൻ പ്രവിശ്യകളായ ലൊറേസ്ഥാൻ, ഹമീദാൻ, കെർമൻഷാ എന്നിവിടങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായി ഫാർസ് മെഹർ വാർത്താ ഏജൻസികൾ പറയുന്നു. പടിഞ്ഞാറൻ ഇറാനിലെ അസദാബാദിലെ ഒരു മിസൈൽ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ വാർത്താ സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ചില നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്ന് കത്തുന്ന വീഡിയോകൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിനിടെ ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും പുതിയ യുദ്ധ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ 9 ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചതായി വ്യക്തമാക്കി. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വധിച്ച 9 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഇസ്രായേൽ സൈന്യം പരസ്യപ്പെടുത്തി. ഈ 9 ശാസ്ത്രജ്ഞർ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഈ ശാസ്ത്രജ്ഞർ മുൻകൈയെടുത്തതായി സൈന്യം പറയുന്നു. ഇറാനിൽ കൊല്ലപ്പെട്ട 9 ആണവ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഇപ്രകാരമാണ്: ആണവ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ ഫറൈദുൽ അബ്ബാസി, ഭൗമശാസ്ത്രത്തിൽ വിദഗ്ധനായ മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായ അക്ബർ മൊട്ടലബി സാദെ, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ സയ്യിദ് ബർജി, ഭൗമശാസ്ത്രത്തിൽ വിദഗ്ധനായ അമീർ ഹസൻ ഫഗാഹി, റിയാക്ടർ ഫിസിക്കൽ വിദഗ്ധനായ അബ്ദുൾ ഹമീദ് മിനുഷേഖർ, ഭൗമശാസ്ത്രത്തിൽ വിദഗ്ധനായ മൻസൂർ അസ്ഗരി, ആണവ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ അഹമ്മദ് റസേ സോൾഫാഖാരി ബരിയാനി, മെക്കാനിക്കലിൽ വിദഗ്ധനായ അലി ഭഗൈ കദീരിമി എന്നിവരാണ്. വധിക്കപ്പെട്ട എല്ലാ ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഇറാനിയൻ ആണവ പദ്ധതിയിലെ സുപ്രധാന അറിവിന്റെ ഉറവിടങ്ങളായിരുന്നു. കൂടാതെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ പതിറ്റാണ്ടുകളുടെ സഞ്ചിത പരിചയമുണ്ടായിരുന്നു എന്നും IDF പറയുന്നു. 2020 ഇസ്രായേൽ വധിച്ചതായി ആരോപിക്കപ്പെടുന്ന ഇറാനിയൻ ആണവ പദ്ധതിയുടെ പിതാവ് മെഹ്സൻ ഫക്രിസാദയുടെ പിൻഗാമികളായിരുന്നു അവരിൽ പലരുമെന്ന് അതിൽ പറയുന്നു. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ 9 പേരും കൊല്ലപ്പെട്ടു. 6 ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ഡസൻ കണക്കിന് സൈനിക കമാൻഡർമാരെ കൊന്നൊടുക്കിയ അതേ ആക്രമണ പരമ്പരയിൽ ഇറാനുണ്ടായ നഷ്ടം വലുതാണ്. കഴിഞ്ഞ വർഷം തീവ്രമാക്കിയ ആഴത്തിലുള്ള ഇന്റലിജൻസ് ഗവേഷണത്തെ തുടർന്നാണ് ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കാൻ സാധിച്ചതെന്നും സൈന്യം പറയുന്നു. ഇവർ ലാബിൽ ബോംബ് നിർമ്മാണത്തിന്റെ ജോലികൾ ചെയ്യുന്ന സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുക്കുകയായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ഡസൻ കണക്കിന് ഇന്റലിജൻസ് ഗവേഷകർ നിരവധി വർഷങ്ങളായി ഇറാനിലെ പ്രധാന ആണവ ശാസ്ത്രജ്ഞരെ ട്രാക്ക് ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും IDF പറയുന്നു. ഇറാനിലെയും ഇസ്രായേലിലെയും അധികാരികളോട് യുദ്ധം ഒഴിവാക്കാനും യുക്തിയോടെ പ്രവർത്തിക്കാനും മാർപ്പാപ്പ ലിയോ ആവശ്യപ്പെട്ടു. രാഷ്ട്രങ്ങളോട് സംഭാഷണം തുടരാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 5 ആഴ്ചത്തെ തന്റെ പാപ്പത്വത്തിലെ ഏറ്റവും ശക്തമായ സമാധാന അഭ്യർത്ഥനകളിൽ ഇസ്രായേൽ ഇറാൻ സമാധാനം ആയിരിക്കുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ആണവ ഭീഷണിയിൽ നിന്ന് മുക്തരായ ഒരു സുരക്ഷിത ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധത രാജ്യങ്ങൾ കാണിക്കണം. നീതി, സാഹോദര്യം, പൊതുനന്മ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് ബഹുമാനപൂർവമായ സഹവർത്തിത്വം ആവശ്യമാണ്. ആരും ഒരിക്കലും മറ്റൊരാളുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തരുതെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.